الحمد لله ذي القوة المتين سبحانه هو الموفق والمعين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا رسول الله اللهم صل وسلم وبارك عليه وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم إن الله مع الذين اتقوا والذين هم محسنون പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സൃഷ്ടാവും രക്ഷകനും കാരുണ്യവാനുമായ റബ്ബ് തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തഖികളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ്. പിന്നെയും ഒരു ജുമുഅ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യദിവസം, അതിൻ്റെ എല്ലാ ഖൈറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോകുന്ന കുറവുകൾ പിഴവുകളെല്ലാം അവൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ വചനം നമ്മൾ ധാരാളമായി കേട്ടതാണ്. സൂറത്തുൻ നഹലിലെ ഒരു വചനത്തിൻ്റെ അവസാനം ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ, തീർച്ചയായും അള്ളാഹു തഖ്വ ഉള്ളവരോടൊപ്പമാണ്. തഖ്വ ഒരുപാട് വിശദീകരണങ്ങൾ നമ്മൾ കേട്ടതാണ്. ധർമ്മനിഷ്ഠയാണ്, നന്മകളിലുള്ള നിർബന്ധവും ഉത്സാഹവും, തിന്മകളിൽ വന്നു പോകരുതേ, പറ്റിപ്പോകരുതേ, തെറ്റിപ്പോകരുതേ എന്നുള്ള നിർബന്ധവും ബേജാറും അങ്ങനെ ജീവിക്കുന്ന സത്യവിശ്വാസി. അങ്ങനെയുള്ളവർ അവരാണ് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവർ. അള്ളാഹു അവരോടൊപ്പമാണ് ഉണ്ടാവുക. വല്ലദീനഹും മുഹ്സിനൂൻ, അതോടൊപ്പം ആ ഒരു ബോധവും വിശ്വാസവും മാത്രമല്ല, അവർ ഇഹ്സാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നവരാണ്, നന്മകൾ ധാരാളമായി വർദ്ധിപ്പിക്കുന്നവരാണ്. തഖ്വയുള്ളവരും ഇഹ്സാനുള്ളവരുമാരാണോ അവരോടൊപ്പമാണ് അള്ളാഹു ഉണ്ടാവുക. തഖ്വ അതിൻ്റെ ആശയപരമായുള്ള വിവരണം ധാരാളം നമ്മൾ കേട്ടതാണ്, നമ്മൾ മനസ്സിലാക്കുന്നു. അതോടൊപ്പം എന്താണ് ഇഹ്സാൻ, നന്മ എന്താണ്? നമ്മളൊരുപാട് പെട്ടെന്ന് എണ്ണി പറയാൻ നമസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും കാര്യങ്ങളൊക്കെയുണ്ട്. എന്നാൽ അതുമാത്രമാണോ നന്മ? അതിനൊക്കെ സമയപരിധിയുണ്ട്, അതിൻ്റെയൊക്കെ നിബന്ധനകളും നിയന്ത്രണങ്ങളുമുണ്ട്. സുബഹി നിസ്കരിക്കാൻ 2 റക്അത്തേ പറ്റുള്ളൂ, മഗ്രിബ് 3 റക്അത്തേ പറ്റുള്ളൂ. എണ്ണം കൂട്ടാൻ നിർവാഹമില്ല, ഒരുപാട് തവണകളായി ആവർത്തിക്കാൻ അവസരമില്ല. എന്നാൽ അതിനൊക്കെ പുറമേ ഇഹ്സാൻ കയ്യും കണക്കുമില്ലാതെ ഓരോ നേരവും ഓരോ കാര്യവും ഇഹ്സാനാക്കി മാറ്റാൻ, നന്മയാക്കി മാറ്റാൻ പറ്റുന്ന അവസരങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. വിശാലമായ നന്മയുടെ അവസരങ്ങൾ. അതിൽപ്പെട്ടൊരു സംഗതിയാണ് നമുക്കിന്ന് മനസ്സിലാക്കാനുള്ളത്. മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുണ്ടൊരു യാത്രയിലാണ്. അദ്ദേഹം പ്രത്യേകിച്ച് ഒരു ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലാ അദുല്ലുക അലാ കൻസിൻ മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ എന്ന്. എന്നിട്ട് പറഞ്ഞു, ഖുൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് നീ പറയുക. അത് സ്വർഗത്തിലെ നിധിയാണ്, സ്വർഗത്തിൽ തീരാത്ത സമ്പാദ്യമായി നിനക്ക് ബാക്കി നിൽക്കുന്ന മഹാപുണ്യമാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഇത് തന്നെയാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്. അത് കേട്ട് മനസ്സിലാക്കിയ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ പൊരുളും അതിൻ്റെ പ്രാധാന്യവും ആ സന്തോഷവും അദ്ദേഹത്തെ അറിയിക്കുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നത് നമ്മൾ പലപ്പോഴും പറഞ്ഞു പോകുന്ന കേൾക്കുന്ന വചനം തന്നെയാണ്. ഒരുപാട് അവസരങ്ങളുണ്ട്
നമ്മുടെ ജീവിതത്തിൽ ഇത് ആവർത്തിച്ചു വരുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ധാരാളമായി പ്രേരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടായി. അക്സിർ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന്. നീ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന വചനം അത് കഴിയുന്നത്ര വർദ്ധിപ്പിക്കുക, ധാരാളമായി ചൊല്ലുക എന്ന്. അതിൻ്റെ വളരെ ലളിതമായ അതിൻ്റെ അർത്ഥം, പക്ഷെ ആശയം വളരെ ആഴമുള്ളതാണ്. ഒരു ശക്തിയും സ്വാധീനവും യാതൊരു നിവൃത്തിയുമില്ല ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൂടാതെ. എന്തൊക്കെ സാധ്യമാകുന്നുണ്ടോ എനിക്ക്, എന്നൊക്കെ ലഭ്യമാകുന്നുണ്ടോ, ഞാൻ എന്തൊക്കെ ആയിട്ടുണ്ടോ, എവിടെയൊക്കെ എത്തിയിട്ടുണ്ടോ, എന്തെല്ലാം കിട്ടിയിട്ടുണ്ടോ, ഇതെല്ലാം ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ, എൻ്റെ യോഗ്യത കൊണ്ടല്ല, എൻ്റെ സാമർഥ്യം കൊണ്ടല്ല, എൻ്റെ പ്രാപ്തി കൊണ്ടല്ല, എൻ്റെ എന്തെങ്കിലും പോരിശകൾ കൊണ്ടല്ല, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട്, സഹായം കൊണ്ട്, തുണ കൊണ്ട്, കാവൽ കൊണ്ട് മാത്രമാണ് എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുന്നത് എന്ന് അതെപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ, അതോർത്തുകൊണ്ടിരിക്കാൻ, നന്ദിപൂർവം വിനയപൂർവം ഒരു കടമയായി അത് നിർവഹിച്ചു കൊണ്ടിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിക്കുകയാണ്. ഒരു വചനത്തിൽ കാണാം, അഹബ്ബുൽ കലാമി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട വചനങ്ങൾ. നിങ്ങൾ ധാരാളം സംസാരിക്കുന്നുണ്ടല്ലോ, ഒരു ചെലവുമില്ലാതെ എപ്പോഴും നിർവഹിക്കാൻ പറ്റുന്ന കാര്യമാണ് സംസാരം. അക്കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട വചനം, വാക്കെന്താണെന്നറിയാമോ? സുബ്ഹാനല്ലാഹ് ലാ ശരീക ലഹ്. അള്ളാഹുവാണ് ഏറ്റവും പരിശുദ്ധൻ, ഏറ്റവും സമ്പൂർണ്ണൻ, അവന് യാതൊരു പങ്കുകാരുമില്ല. ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാ അധികാരവും അവനുള്ളതാണ്, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്, അവന് യാതൊരു പങ്കുകാരുമില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതോടൊപ്പം ഒരു ശക്തിയും സ്വാധീനവും ഒന്നും അള്ളാഹു മുഖേന, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സാധ്യമല്ല എന്ന ആ വചനങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട വചനങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. സന്തോഷം ഉണ്ടാവുമ്പോൾ, നല്ല അവസരങ്ങളുണ്ടാവുമ്പോൾ, അനുഗ്രഹങ്ങൾ വന്നു ചേരുമ്പോൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അത് പറയേണ്ടതാണ്. നമ്മൾ വെള്ളിയാഴ്ചയെങ്കിലും മോദിപ്പോകുന്ന സൂറത്തുൽ കൗഫ് ഉണ്ടല്ലോ, അതിൽ തോട്ടക്കാരുടെ കഥ പറയുന്നുണ്ട്. നിബിഡമായ തോട്ടം, എല്ലാം കായ്കളും പൂക്കളും പഴങ്ങളും അരുവികളും ഒക്കെ നിറഞ്ഞ തോട്ടം. നീ ഈ തോട്ടത്തിൽ വന്ന് ഈ അനുഗ്രഹമെല്ലാം കാണുമ്പോൾ വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാ ഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഈ സൗകര്യങ്ങളൊക്കെ കണ്ടിട്ട് മതിമറന്ന് അള്ളാഹിനെയും മറന്നു പോകുന്ന അവസ്ഥയ്ക്ക് പകരം നിനക്ക് ഇതെല്ലാം എവിടെ നിന്ന് കിട്ടി? നീ മണ്ണിൽ കുഴിച്ചത് കൊണ്ടോ, നീ കുറച്ച് വെള്ളം ഒഴിച്ചത് കൊണ്ടോ അല്ല. ഇതെല്ലാം അത്ഭുതകരമായ അനുഭവങ്ങളാണ്, അനുഗ്രഹങ്ങളാണ്. ഇതൊക്കെ എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അവൻ്റെ അനുഗ്രഹമായി നിനക്ക് നൽകിയിട്ടുള്ളതാണ്, പലർക്കും കൊടുക്കാതെ നിനക്ക് തന്നതാണ്, നിന്നെ പരീക്ഷിക്കുകയാണ്. അപ്പോൾ നീ ചെയ്യേണ്ടത് മാഷാ അള്ളാഹ്, സന്തോഷമുള്ള അവസരങ്ങൾ, അനുഭവങ്ങൾ കാണുമ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചത് പ്രകാരമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അള്ളാഹു ഉദ്ദേശിച്ചതും അവൻ തീരുമാനിച്ചതും അവൻ നടപ്പിലാക്കിയതും എന്തുമാത്രം അനുഗ്രഹീതമാണ്. ലാ ഖുവത ഇല്ലാ ബില്ലാ, അവനെ കൂടാതെ ഇതൊന്നും സാധ്യമല്ല, ഇതൊന്നും സാധ്യമല്ല, അവൻ്റെ തൗഫീഖ് കൊണ്ട് മാത്രമാണ് എന്ന് നീ ഏറ്റുപറയുക. അവിടെ സന്തോഷമുള്ള, അനുഗ്രഹമുള്ള, ജോലി കിട്ടുമ്പോൾ, ശമ്പളം കിട്ടുമ്പോൾ, ആരോഗ്യം ഉണ്ടാകുമ്പോൾ, രോഗം മാറുമ്പോൾ, സൗകര്യങ്ങളുണ്ടാകുമ്പോൾ, എന്തെല്ലാം എണ്ണിയാൽ തീരുന്നതല്ല. അപ്പോഴൊക്കെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് ഏറ്റുപറയുക. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, റിസ്ക്, ആഹാരമാണെങ്കിലും മറ്റു രീതിയിലുള്ള അനുഗ്രഹമാണെങ്കിലും ഒക്കെ, മൻ അക്കല തആമൻ സുമ്മ ഖാല അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദ തആം വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. ഭക്ഷണം കഴിച്ചിട്ട് എൻ്റെ യാതൊരു യോഗ്യത കൊണ്ടോ കഴിവ് കൊണ്ടോ സാമർഥ്യം കൊണ്ടോ അല്ല, അള്ളാഹു എനിക്ക് അനുഗ്രഹമായി നൽകിയിട്ടുള്ളതാണ് ഇത് തിന്നാനും കുടിക്കാനും ഒക്കെ എന്നെ സഹായിച്ചിട്ടുള്ളത് എന്ന ആ ബോധത്തോടുകൂടി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് നീ പറയുക. അങ്ങനെയാണെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അങ്ങനെ പറയുന്ന മനുഷ്യൻ, അതിന് ബോധമുള്ളൊരുത്തൻ, അവൻ്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും. അതുവരെയുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും അവന് മോക്ഷമുണ്ടാവും. എന്തേ വേണ്ടി അതിന് ഒരുപാട് നിസ്കരിക്കുകയും ഒരുപാട് നോമ്പ് വിൽക്കുകയും ഒരുപാട് സക്കാത്ത് കൊടുക്കുകയും അല്ല,
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് ഏറ്റുപറയുക. അതിനർത്ഥമറിഞ്ഞും അത് ആഴത്തിൽ തട്ടി അത് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരുപാട് അവസരങ്ങളുണ്ട്. ബാങ്കിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മളെന്താ പറയുന്നത്? അല്ലാഹു അക്ബർ പറയുമ്പോൾ അങ്ങനെ തന്നെ പറയുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കുമ്പോൾ അത് തന്നെ ഏറ്റു പറയുന്നു. പിന്നെ ഹയ്യ അലൽ സ്വലാത്തും ഹയ്യ അലൽ ഫലാഹും കേൾക്കുമ്പോഴോ അത് തന്നെ ഏറ്റു പറയുകയല്ല. മറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നാണ്. അതതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും അതിൻ്റെ ആഴവും അതിൻ്റെ സ്വാധീനവും അത് സ്വർഗത്തിലെ നിധിയായി നിനക്ക് ബാക്കി നിൽക്കാനുള്ള അനുഗ്രഹത്തിൻ്റെ നിമിത്തമാണ് എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ വെറുതെയല്ല അത് നമ്മൾ ഏറ്റുപറയുന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന്. മാത്രമല്ല പ്രാർത്ഥനയിലൊക്കെയും ഇതിൻ്റെ സാന്നിധ്യവും ഇതിൻ്റെ കൂടെ പ്രാർത്ഥനയോടൊപ്പം ഇതുണ്ടാവുന്നത് വലിയ പുണ്യമായും അതിൻ്റെ അദബായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ലിംനി ദുആൻ അഖൂലു, എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന പറഞ്ഞു തരൂ പ്രവാചകരെ, മുന്തിയ ഒരു പ്രാർത്ഥന. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എന്താ പ്രാർത്ഥന? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അത് കേട്ടിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഇതൊക്കെ അള്ളാഹ്ക്കുള്ളതാണ്, അവനെ വാഴ്ത്തുന്നതാണ്, അവനെ പുകഴ്ത്തുന്നതാണ്. എനിക്കെന്താ ഉള്ളത്? എനിക്ക് വേണ്ടി എന്താ തേടാനുള്ളത് ഇതിൽ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഹ്ദിനി വർസുഖ്നി. ഇതൊക്കെ നീ പറഞ്ഞോ, പക്ഷേ ആദ്യം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ പറയും. പ്രാർത്ഥനയുടെ മര്യാദകളിൽ ആദ്യം തന്നെ അള്ളാഹുവിൻ്റെ സ്ഥാനവും അവൻ്റെ കഴിവും അവൻ്റെ സാന്നിധ്യവും അവൻ്റെ പ്രസക്തിയും എല്ലാം ഓർക്കുകയും അറിയുകയും ഏറ്റുപറയുകയും ചെയ്തുകൊണ്ട് വേണം എന്തെങ്കിലും അവനോട് ചോദിക്കാൻ. അത് പ്രാർത്ഥനയുടെ മര്യാദകളിൽപ്പെട്ടതാണ്. വേറെയും അവസരങ്ങളുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ആ വചനത്തെ പഠിപ്പിക്കുകയാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് നീ പറയുമ്പോൾ അതുകൊണ്ട് പ്രാർത്ഥനയുടെ വഴികൾ തുറക്കുകയാണ്, അള്ളാഹുവിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ, വാതിലുകൾ തുറക്കുകയാണ്. എന്നിട്ട് നീ ആ വഴിക്ക് എല്ലാ പ്രാർത്ഥനകളും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, നിനക്ക് വേണ്ടതെല്ലാം ചോദിക്കുക എന്ന്. ഇതുപോലെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതെപ്പോഴും ജീവിതത്തിൽ പതിവായി എപ്പോഴെങ്കിലും ഒന്നല്ല, ബാങ്ക് കേൾക്കുമ്പോൾ മാത്രമല്ല, എല്ലാ നേരത്തും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. പലരും പഠിച്ചിട്ടുള്ളതാണ്, എന്നാൽ തന്നെയും വിട്ടുപോകും. അന്നൊക്കെ ഇറങ്ങി പുറപ്പെടാൻ താമസിക്കുന്ന വീട് മാത്രമേ ഉള്ളൂ. ഇന്ന് നമുക്ക് ഇറങ്ങി പുറപ്പെടാൻ ഒരുപാട് ഇടങ്ങളുണ്ട്, ജോലി സ്ഥലങ്ങളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചാൽ, വീട്ടിൽ നിന്ന് അങ്ങനെ ചൊല്ലിക്കൊണ്ടൊരാൾ ഇറങ്ങിയാൽ എന്താ പറയുക, മലക്കുകൾ, അത് കേൾക്കുന്ന മലക്കുകൾ പറയും, കുഫീത വ വുഖീത വ തനഹ അൻഹു ശയാതീൻ. കുഫീത വ വുഖീത, മതിയായി, ധാരാളമായിരിക്കുന്നു. നീ അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ട് അവനെ ഭരമേൽപ്പിച്ചിട്ട് കാര്യങ്ങളെല്ലാം അവനെ ഏൽപ്പിച്ച് അവൻ്റെ കാവലിനു വേണ്ടിയുള്ള തേട്ടമാണ് തവക്കൽതു അലല്ലാഹ് എന്ന് നീ പറയുന്നത്. അതോടൊപ്പം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, വലിയ പ്ലാനും പദ്ധതിയും പ്രോഗ്രാമും ഒക്കെ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ഒരുപാട് ഹോംവർക്ക് ചെയ്തിട്ടാണ് ഒരു കാര്യത്തിന് ഒരുങ്ങുന്നത്. പക്ഷേ അതൊന്നുമല്ല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അള്ളാഹിൻ്റെ തൗഫീഖില്ലെങ്കിൽ, അവൻ്റെ കരുത്തും കാവലും തുണയും തൗഫീഖും ഇല്ലെങ്കിൽ നിന്റെ മറ്റ് ശ്രമങ്ങളൊന്നുമല്ല. അതുകൊണ്ട് നീ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിറങ്ങണം ഏതൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും. അപ്പോഴെന്താകും? കുഫീത വ വഖീത, മതിയായിരിക്കുന്നു. ഈ വചനങ്ങൾ മതി എല്ലാ ദോഷങ്ങളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും നാശങ്ങളിൽ നിന്നും തന്നെ കാത്തുകൊള്ളാൻ. വ വഖീത, അള്ളാഹുവിൻ്റെ കാവൽ നിനക്ക് കിട്ടി. നീ വേണ്ടതെല്ലാം പറഞ്ഞു, ചോദിക്കേണ്ടതെല്ലാം ചോദിച്ചു, അതിൻ്റെ മട്ടത്തിൽ നീ ചെയ്തിരിക്കുന്നു എന്ന് മലക്കുകൾ ഏറ്റുപറയും. മാത്രമല്ല വതനഹ അൻഹു ശയാതീൻ, വഴിതെറ്റിക്കുന്ന, പിന്തിരിപ്പിക്കുന്ന ദുഷ്ടചിന്തകളും തിന്മകളും ഒക്കെ മനസ്സിലിട്ടുകൊടുക്കുന്ന വഴിതെറ്റിക്കുന്ന പിശാചുക്കൾ അവൻ്റെ മാർഗത്തിൽ നിന്നും വഴിമാറിപ്പോകും.
അവനെ തെറ്റിക്കാൻ പിശാചുകൾ വരില്ല. എങ്ങനെയാണെങ്കിൽ ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ എന്ന അർത്ഥമറിഞ്ഞുകൊണ്ട് ഉള്ളിൽ ഉറപ്പിച്ച് ആ ബോധത്തോടുകൂടി പറയുകയും അങ്ങനെ തന്നെ പ്രവർത്തിക്കുകയും മുന്നോട്ട് നീങ്ങുകയും ചെയ്ത ഒരു സത്യവിശ്വാസിയെ തെറ്റിക്കാൻ പിശാചുക്കൾക്ക് സാധ്യമല്ല. ഇങ്ങനെ വളരെ അർത്ഥവത്തായ ഒരു വചനം, വലിയ ആശയമുള്ള ആ വചനം നിസ്സാരമായി കാണരുത്. ശക്തമായി അത് കൂടെ ഉണ്ടാവണം. ഏറ്റവും വലിയ ആയുധമായി കൂടെ ഉണ്ടാവണം. എപ്പോഴും ജീവിതത്തിൽ അത് ഓർത്തുകൊണ്ടും പറഞ്ഞുകൊണ്ടും അതിൻ്റെ ആശയത്തിലൂടെ മുന്നോട്ട് നീങ്ങാൻ സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هداني لهذا وما كنا لنهتدي لولا أن هدانا الله الصلاة والسلام على رسوله الأمين والعاقبة للمتقين. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിൽ തഖ്വയുള്ള ധർമ്മനിഷ്ഠയുള്ള അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. കർമ്മങ്ങൾ, പുണ്യങ്ങൾ ഒരുപാട് സാഹസപ്പെട്ട് ചെയ്തു കൂട്ടുന്നതല്ല. അതിലപ്പുറം ലളിതമായും പതിവായും ചെയ്യാവുന്ന ഒരുപാട് സംഗതികളുണ്ട്. എല്ലാ അവസരങ്ങളെയും നന്മകളാക്കി മാറ്റാം. അതിനാണ് ഇങ്ങനെയുള്ള ദിക്റുകൾ. ഇതൊരു പ്രാർത്ഥന പോലുമല്ല. അള്ളാഹുവേ എന്നൊരു വിളി, അള്ളാഹുമ്മ എന്നൊരു വിളിയില്ല. റബ്ബന എന്നുള്ളൊരു തേട്ടമില്ല. വേറൊന്ന് ദിക്റുകൾ. ദിക്റും ദുആയും ഏതാണ് ശ്രേഷ്ഠം എന്ന ചർച്ച വരെ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. ഒന്ന് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, വേറൊന്ന് ഒന്നും ഇങ്ങോട്ട് ചോദിക്കാതെ അള്ളാഹുവിനെ വാഴ്ത്തുകയാണ്, പുകഴ്ത്തുകയാണ്, അവൻ്റെ മഹത്വങ്ങൾ ആവർത്തിക്കുകയാണ്. അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞവർ കാണാം. സൂറത്തുൽ അഹ്സാബിൽ നമ്മൾ ഓതിപ്പോകുന്നൊരു വചനത്തിൽ ഒരുപാട് നന്മകൾ, ഒരുപാട് പുണ്യകർമ്മങ്ങൾ എടുത്തു പറഞ്ഞിട്ട് മുസ്ലിങ്ങളായ മൂമിനുകളായ പുരുഷന്മാരെയും സ്ത്രീകളെയും ഒക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, വലിയൊരു കർമ്മങ്ങൾ, ഒരുപാട് കർമ്മങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പിന്നെ എടുത്തു പറയുന്ന മറ്റൊരു കർമ്മമാണ് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക. അത് കർമ്മമാണ്, വലിയ പുണ്യമുള്ള കാര്യമാണ്. ഇസ്രാ മിഅ്റാജ് അത്യത്ഭുതകരമായ മഹാസംഭവം, അത്യപൂർവമായ സംഭവം. അതിൻ്റെ അവസരത്തിൽ ആകാശലോകത്തേക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാൻ അവസരമുണ്ടായി. അവിടെ ആദർശ പിതാവായ അബുൽ അംബിയ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു. അവിടെ നിന്ന് പരസ്പരം അഭിവാദ്യങ്ങൾ നേർന്നു. എന്നിട്ട് പറഞ്ഞു അഖ്രി അലാ ഉമ്മത്തിക മിന്നി സലാം, നിൻ്റെ ഉമ്മത്തിന് എൻ്റെ സലാം പറയണം. ഇബ്രാഹിം നബി പറയാണ്. എന്നിട്ട് പറയണം ഇന്നൽ ജന്നത്ത ഖിയാൻ, സ്വർഗം സമതലമായ ഒരിടമാണ്. അതിലെ മണ്ണുകൾ വളരെ ഫലഭൂയിഷ്ഠമാണ്, അതിലെ വെള്ളം വളരെ നിർമ്മലമാണ്, അതിൽ വിതയ്ക്കാനുള്ള വിത്തുകൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സ്വർഗം, ജന്നത്ത് എന്നത് തോട്ടമാണെങ്കിൽ അതിൽ പൂവും കായും ഇലയും തണലും എല്ലാം ഉണ്ടല്ലോ. അങ്ങനെയുള്ളൊരു തോട്ടം, അങ്ങനെയുള്ളൊരു സ്വർഗം നിനക്കുണ്ടാവണമെങ്കിൽ അതിനുള്ള വിത്തുകൾ നീ വിതച്ചു തുടങ്ങണം ജീവിതത്തിൽ. അതെന്താണ്? ദിക്റുകളാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇങ്ങനെയുള്ള ധാരാളം ദിക്റുകൾ അത് ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക. ഇടതടവില്ലാതെ, ഒഴിവില്ലാതെ നന്മകൾ കൊണ്ട് നിറക്കാൻ ദിക്റുകളല്ലാതെ മറ്റ് യാതൊരു കർമ്മവും അതിന് മതിയാവുകയില്ല, തികയുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വളരെ ഒരു നിശ്ചയവുമില്ലാത്ത, എത്രയാണെന്നൊരു നിശ്ചയവും നമുക്കില്ലാത്ത, എവിടെ വെച്ചും ഏത് നേരത്തും എന്തും സംഭവിക്കാം, അതിനിടയിൽ കിട്ടുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ, അവസരങ്ങൾ, ജീവിതത്തിലെ രാവുപകലുകൾ, നിമിഷങ്ങൾ നന്മകൾ കൊണ്ട് നിറക്കാൻ, ദിക്റുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുവാൻ, അതിനുള്ള ഈമാൻ, അതിനുള്ള അറിവ്, അതിനുള്ള കഴിവ് റഹ്മാനായ തമ്പുരാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളും പിഴവുകളും റഹ്മാനായ തമ്പുരാൻ പുറത്തു മാപ്പാക്കി തെരുമാറാവട്ടെ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, വേണ്ടപ്പെട്ടവരെല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുകയും അവരുടെ കുറവുകളെല്ലാം പുറത്തു കൊടുക്കുകയും അവൻ്റെ വിശാലമായ സ്വർഗത്തിൽ അവരെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുമാറാവട്ടെ. നമുക്കെല്ലാം അതിനുള്ള ഭാഗ്യമുണ്ടാവട്ടെ. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോയി പലരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും കർമ്മങ്ങൾ, യാത്ര, കർമ്മം, പ്രാർത്ഥനയെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم أجرنا من النار
وأدخلنا الجنة يا رب العالمين. اللهم احفظ دولة الإمارات من كل الجهات، واحفظ قيادتها وأهلها من يعيش على أرضها. اللهم احفظ الشيخ محمد بن زايد رئيس الدولة، وكن له عونا وسندا، وبارك في عمره وعمله. اللهم وفقه ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضى. اللهم ارحم شيخ زايد والشيخ راشد وشيوخ الإمارات والقادة المؤسسين الذين انتقلوا إلى رحمتك، وادخلهم بفضلك فسيح جناتك يا رب العالمين. اللهم اشهد شهداء الوطن برحمتك وغفرانك. اللهم ارحم المسلمين والمسلمات، المؤمنين والمؤمنات، الأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات. عباد الله، اذكروا الله العظيم الجليل يذكركم، واشكروه على نعمه يزدكم، وأقم الصلاة.